ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ്. നമ്മൾ കുറേ ആയില്ലേ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. അതെന്താ അങ്ങനെ ഒരു പുച്ഛം? അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ എൻ്റെ കണ്ണടയ്ക്ക് വെച്ച് കുറച്ച് പ്രഹസനം കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് പ്രഹസനമല്ല ഗൈസ്, ഇത് ഡൽഹിയിലെ ചൂട് ഇപ്പോൾ അധിക കൊടും ഭീകരാവസ്ഥയിലായതുകൊണ്ട് നമുക്ക് കണ്ണാടി വേണം, അങ്ങനെ വെച്ച് പോവും നമ്മൾ. അപ്പോൾ നിങ്ങൾ ഈ റോഡ് കണ്ടോ ഗൈസ്? ഇത് ഡൽഹിയിലെ ചില റോഡുകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ മഞ്ഞ് സമയങ്ങളിൽ ഇതിലേ കൂടെ ഇറങ്ങി നടക്കാനൊക്കെ നല്ല സൂപ്പറാണ്. പക്ഷേ ഇപ്പം നടക്കാൻ പറ്റില്ല, നമ്മൾ ഉരുകിപ്പോവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ വന്നിരിക്കുന്നത് മൈസൂർ കഫേയിലേക്കാണ്. കണ്ടോ ഗൈസ്, ദോശയുടെ പല പല വെറൈറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ മസാല ദോശ ട്രൈ ചെയ്യാൻ വന്നതാണ്. മസാല ദോശയിൽ തന്നെ വെറൈറ്റി മസാല ദോശ ട്രൈ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഇത് മൈസൂർ കഫേയാണ്, ഒരു ചെറിയ കഫേയാണ്. ഇവിടെ നല്ല തിരക്കാണ്, അതുപോലെ മസാല ദോശയൊക്കെ അത്യാവശ്യം നല്ല ഫേമസും ആണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ്. ഞങ്ങൾ ഒരു ഉച്ചരെ ആയി ആ ഒരു സമയത്താണ് ചെന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തിരക്ക് വളരെ കുറവായിരുന്നു. കമ്പാരിറ്റീവ്ലി നല്ല തിരക്കാണെന്നാണ് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടുന്ന് ട്രൈ ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മൈസൂർ കഫേ പോയപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മൈസൂർ പാക്ക് ട്രൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് മൈസൂർ പാക്കിൽ നിന്ന് തുടങ്ങി ഉഴുന്നുവട ചട്നി വന്നു, അത് ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ എന്താ പറയുക വെറൈറ്റി മസാല ദോശ. ഏട്ടൻ പറഞ്ഞത് റവ ഓണിയൻ മസാല ദോശയും ഞാൻ പൊടി മസാല ദോശ കേട്ടോ പറഞ്ഞത്. ഏട്ടൻ്റെ റവ ഓണിയൻ മസാല ദോശ നല്ല ക്രിസ്പി ആയിരുന്നു, ഭയങ്കര ക്രിസ്പി ആയിരുന്നു, രണ്ടും ക്രിസ്പി ആയിരുന്നു. ഏട്ടനത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല നൈസായിരുന്നു, പൊളിയായിരുന്നു. എൻ്റെത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാൽ എനിക്ക് കുറച്ചും കൂടി അതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ ഫുഡ്. നിങ്ങൾ ഡൽഹിയിൽ വരുന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മനസ്സും വയറും നിറഞ്ഞ് ഞങ്ങൾ മൈസൂർ കഫേയിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അതുപോലെ ഗൈസ് മൈസൂർ കഫേ പോയി നല്ല പല പല വെറൈറ്റി മസാല ദോശ ട്രൈ ചെയ്യണം. നല്ലതായിരുന്നു, ഫിൽറ്റർ കോഫിയൊക്കെ നല്ലതായിരുന്നു. പിന്നെ മൈസൂർ പാക്ക് സൂപ്പറായിരുന്നു. നല്ല മധുരമുണ്ട്. സ്വീറ്റ് ലവേഴ്സിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരത്താണ് കേട്ടോ നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ വീട് കണ്ടത്. ഇതാണ് സാറിൻ്റെ ഇവിടുത്തെ വീട്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി നിന്ന് വീഡിയോസ് എടുത്തതാണ്. ഇത് വന്നിട്ട് നമ്മുടെ മൗലാന മാസാദ് റോഡിലെ 1B ആണ് കേട്ടോ ഹൗസ് നമ്പർ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ അവിടെ നിന്നും ബൈ പറഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ട് ഞങ്ങൾ പോവാണ്. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇതത്രേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.